നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെടുമൺകാവ് യൂണിറ്റിന്റെ ഈ വർഷത്തെ വാർഷിക സമ്മേളനവും കുടുംബ സഹായ നിധിയും നെടുമൺകാവിൽ നടന്നു. കേരള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജംഗ്ഷനിലുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് വിൽക്കുന്നതിന്റെ പകുതിയോളം നമ്മുടെ വീടുകളിലേക്ക് ഓൺലൈനായിട്ട് പലപ്പോഴും വരുന്നുണ്ട്. വീടുകളിലേക്ക് ഭക്ഷണ സാധനം മുതൽ എല്ലാ സാധനങ്ങളും ഓൺലൈനായിട്ട് വരിക. സ്ഥാപനം അത്ര ചെറുതല്ല. 1 കോടി 70 ലക്ഷം രൂപ നിക്ഷേപമുള്ള സ്ഥാപനത്തിന്റെ ഉദ്ഘാടന പരിപാടിക്ക് പോയിരുന്നു. കേരളം ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് ഓൺലൈൻ വ്യാപാരം. പലപ്പോഴും നമ്മുടെ നികുതി ഘടന വരുന്നില്ല. ആമസോൺ പോലുള്ള കമ്പനി. ക്ലീൻ കേരളയുടെ ഭാഗമായി വെളിയം ഗ്രാമപഞ്ചായത്തിലെ ആരുകോണം വാർഡിൽ വാർഡ് മെമ്പർ അജിത്തും CDC ചെയർപേഴ്സൺ ശൈലജ എൽകുമാറും ചേർന്ന് വാർഡ് ശുചീകരണത്തിന് നേതൃത്വം നൽകി. കുടുംബശ്രീ ചെയർപേഴ്സൺ ചേച്ചി, പ്രിയമുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ, നല്ലവരായ നാട്ടുകാരെ, പ്രിയമുള്ളവരെ, കേരള സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ത്യയിലെമ്പാടും നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഈ ശുചീകരണ യജ്ഞം നടക്കുന്നത്. സ്വച്ഛതാ ഹി അഭിയാൻ എന്ന പദ്ധതിയോടനുബന്ധിച്ച് കേരള ഗവൺമെന്റിന്റെ ശുചിത്വ കേരളം പദ്ധതിയുമായി ചേർന്ന് നമ്മുടെ നാട് വൃത്തിയാക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പലരും പ്ലാസ്റ്റിക് വലിച്ചെറിയുകയും അതുമൂലം വളരെയധികം ബുദ്ധിമുട്ടുകൾ സമൂഹത്തിനും പരിസ്ഥിതിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്ഥിതി മാറിയെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാനാവൂ. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ യാതൊരു കാരണവശാലും വലിച്ചെറിയാതെ അത് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുവാനും അതുപോലെ നമ്മുടെ റോഡും ജലാശയങ്ങളും ഒക്കെ തന്നെ വൃത്തിയായി സൂക്ഷിക്കുവാനും ഉള്ള മനസ്ഥിതി നമ്മുടെ നാട്ടുകാർ കാണിക്കണം. ഗാന്ധി ജയന്തി ദിനത്തിൽ കൊല്ലം DCCയിൽ നടന്ന ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ദൃശ്യങ്ങളിലേക്ക്. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അത് യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വളരെ അപൂർവം ലോകത്തിലെ ആളുകളിൽ ഉന്നതനായ വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. നെടുമൺകാവ് പിറവി സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ വാർഷികാഘോഷം നെടുമൺകാവിൽ നടന്നു. രക്തദാനത്തിലൂടെ ശ്രദ്ധേയനായ ശ്രീ വിനോദിനെ ചടങ്ങിൽ ആദരിച്ചു. കവി കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ വിനോദിനെയും ആദരിക്കുന്നതിന് വേണ്ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വെളിയം വിവേകോദയം UP സ്കൂളിൽ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയുടെ ദൃശ്യങ്ങളിലേക്ക്. ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 2ാമത് വീടിന്റെ താക്കോൽദാനം നടന്നു. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അലക്സാണ്ടർ ഗീവർഗീസിനെ ആദരിച്ചു. ആദരിക്കുന്ന ചടങ്ങാണ്. ഇതിനെ ആദരിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊന്നാടയിട്ട് ആദരിക്കുന്നതാണ്. പ്രിയപ്പെട്ട അലക്സാണ്ടർ അച്ചായനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഇത് യൂത്ത് കോൺഗ്രസിന്റെ പേരിലുള്ള ആദരവാണ്. യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അലക്സാണ്ടർ ഗീവർഗീസ് അച്ചായനെ ആദരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റും ചേർന്ന് അലക്സാണ്ടർ അച്ചായനെ ആദരിക്കുകയാണ്. കലേക്കോട് ചരുവിള പുത്തൻ വീട്ടിൽ O. ജേക്കബ് അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതിന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകളിലൂടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.